ഹലോ. നമ്മൾ ഇന്ന് ചാപ്റ്റർ 16 ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു സ്റ്റോറിയാണ്. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതൊരു ചെറിയൊരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. പെൺകുട്ടിയുടെ പേര് എന്താണ്? ആരാധന എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി എന്താണെന്ന് നോക്കിയിട്ട് വരാം. The story is about a girl named Aradhana, a talented dancer who was asked to perform at the inauguration ceremony of the Kamaladevi School of Dance and Music. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. എ ടാലന്റഡ് ഡാൻസർ who was asked to perform at the inauguration ceremony of Kamaladevi School of Dance and Music. അതായത് ഈ ആരാധന പറയുന്ന ഈ പെൺകുട്ടി വളരെ കഴിവുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ അവരെ എന്താണ് കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് ഇവരെ ഒരു ഡാൻസ് പെർഫോമൻസിന് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. സിമ്മി, ആരാധനാസ് യങ്ങർ സിസ്റ്റർ, embraced and appreciated her greatly during the സെർമണി. ഇപ്പൊ സിമ്മി എന്ന് പറയുന്നത് ആരാധനയുടെ സിസ്റ്ററാണ്, സഹോദരിയാണ്. അപ്പൊ ഈ ആരാധന ഡാൻസ് കോസ്റ്റ്യൂമിലൊക്കെ കാണുമ്പം ഈ സിമിക്ക് ഇവരോട് ചെറിയൊരു ഒരു അസൂയ പോലെ തോന്നുകയാണ്. അങ്ങനെ ഈ സിമി ആരാധന എടുത്ത് പറയാണ്, എന്താ അപ്രിഷിയേറ്റ് ആണ് ഇവരുടെ ബ്യൂട്ടിയും ഇവരുടെ ആ ഒരു ഗ്രേസ് എന്താ പറയുക ഗ്രേസ് ഒക്കെ കണ്ടിട്ട് ഇവളെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. Aradhana with a pleated saree, blouse, long hair, flowers on hair and gold jewelry piqued her interest. She wanted to say that Aradhana was stunning. അപ്പൊ സിമി പറയാണെന്ത്, ആരാധന നല്ല ഞൊറിയിൽ സാരിയൊക്കെ എടുത്ത് നല്ല അതിനൊത്ത ബ്ലൗസും അതേപോലെ നല്ല നീണ്ട മുടിയിൽ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് ഒരുപാട് ഗോൾഡ് ജ്വല്ലറി ഒക്കെ ഇട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പം സിമി പറയാണെന്ത്, ആരാധനയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആരാധനാസ് mother and auntie Pamela come to watch Aradhana's wonderful dance performance. അപ്പൊ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ആരാധനയുടെ ഗ്രാൻഡ് മദറും പിന്നെ അമ്മയും പിന്നെ അവരുടെ ആണ്ടി പമീല ഇവരെല്ലാവരും ആരാധനയുടെ പെർഫോമൻസ് കാണാൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിൽ ഈ ഡാൻസ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരാധന ഡിസ്ലൈക്ക് ഓൺ പമീല സോ മച്ച് ദാറ്റ് സീയിങ് ഹെർ അറ്റ് ദ ഇവന്റ് മെയ്ഡ് ഹെർ അൺഹാപ്പി ആൻഡ് സെൻസിറ്റീവ്. അപ്പൊ ഈ ആരാധനയ്ക്ക് ആന്റി പമീലയെ അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവര് വന്ന് അവിടെ ഇരുന്നപ്പോൾ ആരാധനയ്ക്ക് അത് വല്ലാതെ എന്താ പറയുക ചെറിയൊരു അൺഹാപ്പി ആൻഡ് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തു. Her mother had purchased her a necklace for her 18th birthday, something she could wear that evening. Meanwhile, Pamela mentioned that Aradhana was thin and black when her mother brought her, and that Aradhana should be informed of her adoption. അപ്പം ഇതിൽ ഹെർ മദർ, അതായത് ആരാധനയുടെ അമ്മ, അതായത് അവളുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗോൾഡ് നെക്ലേസ് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷീ കുഡ് വെയർ ദാറ്റ് ഈവനിങ്. അങ്ങനെ അവരെന്ത് ചെയ്തിട്ട് ആരാധന അത് ആ ഒരു നെക്ലേസ് അവരുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിന്. മെയിൻ വൈൽ പമേല മെൻഷൻ ദാറ്റ് ആരാധന വാസ് തിൻ ബ്ലാക്ക് വെൻ ഹെർ മദർ ബ്രോട്ട് ഹെർ. പക്ഷെ ഈ സിമിയെ ആരാധനയും എന്താണ് വലിയ സിമിലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആന്റി പമേല ആരാധന എടുത്ത് എപ്പോഴും പറയും, നീ വളരെ കറുത്തിട്ടാണ്, നീ വളരെ മെലിഞ്ഞിട്ടാണ്, അതുകൊണ്ട് നിന്റെ അമ്മ വേടിച്ചതാണ്, നിന്നെ എവിടുന്നോ കൊണ്ടുവന്നതാണെന്ന് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. ആൻഡ് ദാറ്റ് ആരാധന ഷുഡ് ബി ഇൻഫോർമഡ് ഓഫ് അഡോപ്ഷൻ, നിന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്നൊക്കെ ഈ ആന്റി ഈ ആരാധന എടുത്ത് എപ്പോഴും പറയുമായിരുന്നു. Aradhana became agitated after hearing everything. After hearing about her past, she went pale, but her mother tried to comfort her. Her mother anchored her necklace, telling her that her parents had purchased it for her birthday and that he should concentrate on her performance. അങ്ങനെ ഈ ആന്റി എന്ത് പറയും, നിന്റെ അമ്മ പ്രസവിച്ചതെല്ലാം നിന്നെ ദത്തെടുത്തതാണെന്നുള്ള സത്യം ആരാധന എന്ത് ചെയ്യും, മനസ്സിലാക്കും. അങ്ങനെ ആരാധന ബിക്കം അജിറ്റേറ്റഡ് ആഫ്റ്റർ ഹിയറിങ് എവറിത്തിങ്.
അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ആരാധനയ്ക്ക് വളരെ മാനസികമായിട്ട് വളരെ വിഷമം തോന്നും. ആഫ്റ്റർ ഹിയറിംഗ് അബൌട്ട് ഹെർ പാസ്റ്റ്, അതായത് അവളുടെ പഴയ കാലത്തെ കുറിച്ച് കേട്ടപ്പം ഇവൾക്ക് ഭയങ്കര സങ്കടം തോന്നും. ഷീ വെൻ പെയിൽ ബട്ട് ഹെർ മദർ ട്രൈ ടു കംഫർട്ട് ഹർ. അവൾ ഭയങ്കര പെയിലായി വളരെ വിളറി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് അവളുടെ അമ്മ വരും. ഹെർ മദർ ഹാൻഡഡ് ഹെർ ദ നെക്ലേസ്. അങ്ങനെ വീണ്ടും ഈ നെക്ലേസ് എടുത്തിട്ട് കൊടുക്കും. ടെല്ലിങ് ഹെർ ദാറ്റ് ഹെർ പേരൻസ് ഹാഡ് പർച്ചേസ്ഡ് ഇറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ. എന്താണ് ഇത് നിന്റെ പാരൻസ് തന്നെ നിന്റെ ബർത്ത്ഡേക്ക് പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ദാറ്റ് ഷീ ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ഹെർ പെർഫോമൻസ്. അപ്പൊ നീ ഇത് അണിഞ്ഞ് നിന്റെ പെർഫോമൻസിൽ മാത്രം നീ എന്താ ശ്രദ്ധ ചെലുത്തുക, നീ മറ്റൊന്നിനെ കുറിച്ചും ഓർക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ എൻകറേജ് ചെയ്യും. Aradhana refused to dance following the revelation and refused to perform at the wedding. Her mother attempted to soothe her, telling that she had adored her and they had shared all of their joys and sorrows the last 18 years. അപ്പൊ എന്ത് പറയും, എനിക്കിനി പെർഫോം ചെയ്യാനൊന്നും താല്പര്യമില്ല, ഞാനിനി പെർഫോം ചെയ്യില്ല, എനിക്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ ധൈര്യവും എനിക്ക് ഇല്ലാതായി. ഹെർ മദർ അറ്റംപ്റ്റ് ടു സൂത്ത് ഹർ. അപ്പൊ ഇത് കേട്ടപ്പോൾ വീണ്ടും അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ടെൽ ഹെർ ദാറ്റ് അഡോർഡ് ഹെർ ആൻഡ് that they had shared all their joys and sorrows for the last 18 years. അപ്പൊ അവരെന്താ പറയുക, കഴിഞ്ഞ 18 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും നിന്റെ ഒരു വരവോട് കൂടിയാണ് ഞങ്ങൾ സന്തോഷവും ദുഃഖവും ഒക്കെ ഒരുമിച്ചാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, വെറി ആവേണ്ട, നീ ഞങ്ങളുടെ മകൾ തന്നെയാണെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. ഷീ അറ്റംപ്റ്റഡ് ടു പെർസ്യൂഡ് ആരാധന ദാറ്റ് ബീയിങ് വിത്ത് ഹർ ഫോർ 18 years വാസ് മോർ സിഗ്നിഫിക്കൻറ്റ് ദാൻ ക്യാരിയിങ് ഹർ ഫോർ 9 months ഇൻ ദ വോംബ്. അപ്പം ആരാധനയ്ക്ക് മനസ്സിലാവുന്നത് വെറും 9 മാസം ഏതോ ഒരു അമ്മ അവരുടെ ഗർഭപാത്രത്തിൽ കൊണ്ട് നടന്നതിനേക്കാളും എത്രയോ വർഷം കൂടുതലാണ് 18 വർഷം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 18 വർഷം ഇവരെന്നെ വളരെ പൊന്നുപോലെ നോക്കി. അത്രയും 9 മാസമല്ലേ ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ടുള്ളൂ, അതിനേക്കാളും എത്രയോ മടങ്ങ് എത്രയോ ഇരട്ടി ഞാൻ 18 വർഷമായിട്ട് എൻ്റെ ഈ അമ്മയുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ആരാധനയ്ക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു സന്തോഷം തോന്നും. ആഫ്റ്റർ ലിസണിങ് ടു ഹെർ മദേഴ്സ് പ്ലേ, ആരാധന ഡാൻസ്ഡ് ഫോർ ഹെർ അഡോപ്റ്റഡ് മദർ. അങ്ങനെ ആരാധനയ്ക്ക് ഇതൊക്കെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആരാധന അനുസരിക്കും. അങ്ങനെ ആരാധന വീണ്ടും എന്ത് ചെയ്യും, ഡാൻസ് ചെയ്യും. അതായത് അവളുടെ ദത്തെടുത്ത അമ്മയ്ക്ക് വേണ്ടി വീണ്ടും ഡാൻസ് ചെയ്യും. ഷീ ഡാൻസ്ഡ് ഫോർ ഹെർ മദർ, നോട്ട് ഹെർ ടീച്ചർ, നോട്ട് ഫോർ ദ ഓഡിയൻസ്. അങ്ങനെ അവള് ഡാൻസ് ചെയ്തു, അതായത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടല്ല, ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല, ഓൺലി ഫോർ ഹർ മദർ. ഷീ ഡാൻസ്ഡ് ഫോർ വൺ പേഴ്സൺ ഓൺലി ഹു ഫോളോഡ് എവറി മൂവ്മെന്റ് ഷീ മേഡ് വിത്ത് ബ്രൈറ്റ് ബേണിംഗ് ഐസ്. അതായത് അവൾ ഡാൻസ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ അമ്മയ്ക്ക്, അവളുടെ ദത്തെടുത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡാൻസ് ചെയ്തത്. ഒരുപാട് കാലം അവളെ വളരെ സന്തോഷത്തോടു കൂടി വളരെ കെയറോട് കൂടി ഇത്രയും കാലം 18 വർഷത്തോളം നോക്കി വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടു നടന്ന അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഡാൻസ് ചെയ്തതെന്നുള്ളത് അവള് ആത്മവിശ്വാസത്തോടു കൂടി കോൺഫിഡൻറ്റോടു കൂടി എന്ത് ചെയ്യും, ഡാൻസ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നുള്ളൊരു സ്റ്റോറി. അപ്പൊ അതിന്റെ ഒരു സമ്മറി ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ആരാധന വാസ് എ ഭരതനാട്യം ഡാൻസർ. ഷീ വാസ് പ്രിപ്പയറിംഗ് ഫോർ ദ കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഇനാഗ്രൽ ഡാൻസ് ആൻഡ് സെറമണി. ആരാധന ഒരു നല്ലൊരു ഭരതനാട്യം ഡാൻസർ ആയിരുന്നു. അങ്ങനെ കമലാദേവി സ്കൂൾ ആൻഡ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന സ്കൂളിന്റെ ഇനോഗ്രൽ ഡാൻസ് സെറമണിയിൽ ആരാധനയ്ക്കും പെർഫോമൻസ് ചെയ്യാനുണ്ടായിരുന്നു. ആരാധനാസ് മദർ, ഗ്രാൻഡ് മദർ ആൻഡ് ഓൺ പമീല ഓൾ ദാറ്റ് അറ്റൻഡഡ് ഇൻ ദ ഇനോഗ്രേഷൻ. അപ്പൊ ഈ ഒരു പെർഫോമൻസ് കാണാൻ ആരാധനയുടെ അമ്മയും മുത്തശ്ശിയും ആന്റിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ഗെറ്റിംഗ് റെഡി ബാക്ക് സ്റ്റേജ് വെൻ ആന്റി പമീല ഡിസ്ക്ലോസ്ഡ് ദാറ്റ് ആരാധന വാസ് അഡോപ്റ്റഡ് ആൻഡ് ദാറ്റ് ഹെർ പാരന്റ്സ് ഷുഡ് ബി പ്രിപ്പയർ ഫോർ എ റിയാലിറ്റി. അപ്പൊ ഇവള് ഡാൻസ് ചെയ്യാൻ വേണ്ടി ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഈ ആന്റി വന്നിട്ട് ഡിസ്ക്ലോസ് ചെയ്യും, അതായത് പറയും, അതായത് ഇവള് അനാഥയാണ്, ഇവളെ ദത്തെടുത്തതാണെന്നുള്ള സത്യം ഇവളുടെ അടുത്ത് പറയും. അതെന്തിനു വേണ്ടിയിട്ട്, അതായത് ഇവളുടെ പെർഫോമൻസ് മോശമാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സത്യം ഇവര് വെളിപ്പെടുത്തിയത്. And should prepare for relative. Aradhana was upset since she did not want to perform during the inauguration. അപ്പൊ ആരാധന ഇത് കേട്ട് വളരെ അപ്സെറ്റ് ആവും. അങ്ങനെ അവള് പെർഫോം ചെയ്യാൻ തയ്യാറാവാതെ. ആരാധന മദർ ടു ട്രൈ ടു കൺസോൾ ദ ഹെയർ ബൈ ഗിവിംഗ് ഹെർ എ നെക്ലേസ് ടു വെയർ ടു ദ പെർഫോമൻസ്. അങ്ങനെ ആരാധനയുടെ അമ്മ വന്നിട്ട് അവളെ എന്തെയും ആശ്വസിപ്പിക്കും. എന്നിട്ട് ഒരു നെക്ലേസ് ഒക്കെ കഴുത്തിൽ അണിഞ്ഞിട്ട് പറയും, നീ ഈ പെർഫോമൻസിൽ ഇത് അണിഞ്ഞുകൊണ്ട്
പെർഫോം ചെയ്യണം എന്ന് പറയും. ആരാധന പെർഫോമഡ് ജിൽ ഫോർ ദ മദർ സിൻസ് ഷി വാസ് ഷുവർ ദാറ്റ് ഹർ മദേഴ്സ് ലവ് വാസ് ഇറപ്ലിക്കബിൾ. അങ്ങനെ ആരാധന അങ്ങനെ ഡാൻസ് ചെയ്യും, എല്ലാം മറന്ന് അവൾ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യും അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാര്യം അമ്മയുടെ സ്നേഹം അവൾ അത്രയും അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ അവൾ അനുസരിക്കും എന്നുള്ള രീതിയിൽ അവൾ വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്തു. അപ്പം ഇത്രയാണ് ഈ ഒരു സ്റ്റോറി. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.